അടുത്തതായിട്ട് എലമെന്ററി പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം. ഇപ്പോൾ ഗ്രാവിറ്റി ഡാം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഒരു ബാക്കിയുള്ള ഒരു ടോപ്പിക്കാണ് എലമെന്ററി പ്രൊഫൈൽ. എന്താണ് എലമെന്ററി പ്രൊഫൈൽ? എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. പ്രാക്ടിക്കലി അതുപോലെ ആവണമെന്നില്ല. തിയറിറ്റിക്കലി ഉള്ള ഒരു കൺസെപ്റ്റാണ് ഈ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഡാമിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കലായിട്ട് പറയുന്ന ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ് എലമെന്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഇത് പ്രധാനമായിട്ടും എക്കോണമിയും സ്റ്റെബിലിറ്റിയും ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്കോണമിക്കൽ പ്രൊഫൈൽ എന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പാണ് അസ്യൂം ചെയ്യുക. ആ സിമ്പിളായിട്ടുള്ള ഷേപ്പിൽ നിന്ന് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ എക്കോണമിയും സ്റ്റെബിലിറ്റിയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് ആണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. സിമ്പിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ ദ ഷേപ്പ് ഈസ് അസ്യൂംഡ് ടു ബി എ ട്രയാങ്കുലർ ഷേപ്പ് വിത്ത് അപ്സ്ട്രീം ഫേസ് ആസ് വെർട്ടിക്കൽ. അതിൽ ഒരു ആ ഡെറിവേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയയാണ് ദർ ഈസ് നോ ടെൻഷൻ ഇൻ ഡാം. ഡാം എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ നമ്മൾ കോൺക്രീറ്റിലോ സ്റ്റോൺ മേസൺട്രിയിലോ ഒക്കെയാണ് ഡാം ചെയ്യാറുള്ളത്. ഈ രണ്ട് സാധനങ്ങളാണെങ്കിലും ദേ ആർ വെരി വീക്ക് ഇൻ ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമിൽ ഒരു പോയിന്റിലും ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ഇറ്റ്സ് എ തിയറിറ്റിക്കൽ ഐഡിയ. It gives an economical profile. For the easiness in analysis, we are assuming that the dam is in the shape of a triangle with the upstream face as vertical and there is no tension in the dam. ഇതിൽ ആദ്യൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഡാം ഹാവിങ് എ ഹൈറ്റ് ഓഫ് h and base width b. Then we are going to derive an expression connecting h and b. ഇവിടെ ഈ ബേസ് വിഡ്ത്ത് ബി, ആ ബിയെ 3 പോർഷനാക്കി തിരിച്ചതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈച്ച് പോർഷൻ b/3, b/3, ദെൻ സെക്കൻഡ് b/3, തേർഡ് b/3. ഇതിൽ ആ ഫസ്റ്റ് അപ്സ്ട്രീം ഫേസിൽ നിന്ന് തൊട്ടടുത്തുള്ള b/3 ഡിസ്റ്റൻസിലാണ് വെയിറ്റ് W ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പോർഷൻ, രണ്ടാമത്തെ b/3, ആ ഒരു റീജിയനിലാണ് നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഡാമിൽ ഒരു പോയിന്റിലും ടെൻഷൻ ഉണ്ടാവരുത് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈ 2 പോയിന്റിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇന്നർ തേർഡ് പോയിന്റ് എന്നും ഇതിനെ ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ് എന്നും മറ്റേനെ ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ് എന്നുമാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെ ടെൻഷൻ ഉണ്ടാവില്ല. ഇവിടെ പിന്നെ ആ ബേസ് വിഡ്ത്ത് b/2 b/2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യം കൂടി കാണിച്ചിട്ടുണ്ട്. ദെൻ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബേസും ഈ ഡോട്ടഡ് ലൈനും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. ഈ ബേസ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത്രയൊക്കെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നൗ ഇപ്പോൾ ഇതിൽ 2 കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ കണ്ടീഷൻ, when the dam is empty. ഡാം എംപ്റ്റി എന്ന് പറയുമ്പോൾ ആകെ ഡാമിൻ്റെ വെയിറ്റ് മാത്രമേ ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. വാട്ടർ പ്രഷറോ അങ്ങനത്തെ ബാക്കിയുള്ള ഫോഴ്സസ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡാമിൻ്റെ ഹൈറ്റ് h, ബേസ് വിഡ്ത്ത് b. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് തേർഡിൽ
1/3 ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് അവിടെ W ആക്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഡിസ്റ്റൻസിനെ 2/3 എന്ന് കാണിച്ചിട്ടുണ്ട്. സ്ട്രെസ് F ഈക്വൽ ടു W by B ഇൻറ്റു 1 ± 6E ഡിവൈഡഡ് ബൈ L. ഇത് നമ്മൾ നോൺ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിലെ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് ഈ സാധനം. നേരത്തെ നമ്മൾ W/L അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുക. W/L. അപ്പോൾ F W/B ഇൻറ്റു 1 ± 6E ഡിവൈഡഡ് ബൈ L. ഇവിടെ E എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാലോ സെക്ഷൻ്റെ സെൻറ്ററിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. ഇവിടെ സെക്ഷൻ്റെ സെൻറ്റർ B/2. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് B/3 ഡിസ്റ്റൻസ് മാറിയിട്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു B/2 മൈനസ് B/3, ദാറ്റ് ഈസ് B/6. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ F ഹീലിലെ സ്ട്രെസ് F ഈക്വൽ ടു W/B ഇൻറ്റു 1 + 6 ഡിവൈഡഡ് ബൈ B ഇൻറ്റു B/6. അപ്പോൾ നമുക്ക് 2W/B എന്ന് കിട്ടും. സിമിലർലി ടോയിലാവുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അതായത് സ്ട്രെസ് ഈസ് മാക്സിമം അറ്റ് ഹീൽ ആൻഡ് മിനിമം അറ്റ് ടോ. ഈ രണ്ട് സ്ഥലത്തുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്, ടെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നോ ടെൻഷൻ എന്നുള്ള കണ്ടീഷൻ ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഡാം ഈസ് എംപ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അടുത്തതായിട്ട് ഡാം ഈസ് ഫിൽഡ്. ഡാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ടാവും, വാട്ടർ പ്രഷറും ഉണ്ടാവും. വാട്ടർ പ്രഷർ നമ്മൾ അസ്യൂം ചെയ്യാറുള്ളത് പോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ആണ്. ഇവിടെ γW എന്നോ എന്താ വെച്ചാൽ എഴുതാം. ഞാൻ ഇവിടെ γW എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബേസിലുള്ള ഈ വാല്യൂ എന്ന് പറയുന്നത് γWH. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ γW ഇൻറ്റു H² വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് H/3. അതേപോലെ വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് B/3. ഇപ്പോൾ രണ്ട് ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആ രണ്ട് ഫോഴ്സിനെയും രണ്ട് ഫോഴ്സും കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ മൊമെൻ്റ് എടുക്കുകയും അങ്ങനെയാണ് ഇവിടെ ബാക്കി ചെയ്യുന്നത്. ഫോഴ്സസ് ആക്ടിങ് ആർ വെയിറ്റ് ഓഫ് ഡാം which is acting at a distance of B/3 from the upstream phase. Weight can be taken as H into B/2, അതായത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ. ദെൻ W into rho. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ഡാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ W into rho എന്ന് പറയുന്നത് ഈ ഡാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് വെയിറ്റ് നമുക്ക് കിട്ടി. വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി, അതാണ് വെയിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ വോള്യൂം എന്ന് പറയുമ്പോൾ ലെങ്ത് വൈസ് ആ ലെങ്ത്തിനെ യൂണിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോള്യൂം എന്ന് പറയുമ്പോൾ H ഇൻറ്റു B/2 ഇൻറ്റു 1, ആ 1 ആക്കിയിട്ട് തന്നെ ഇടുക. ദെൻ W ഇൻറ്റു റോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഈക്വൽ ടു H ഇൻറ്റു B/2 W ഇൻറ്റു റോ എന്ന് കിട്ടി. ഇനി വാട്ടർ പ്രഷർ നേരത്തെ പറഞ്ഞ പോലെ is acting at a point where the height is H/3 from the bottom and the pressure is WH²/2. Now, taking moment about toe എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം ഫേസിലുള്ള പോയിന്റ്. ഡൗൺ സ്ട്രീം ഫേസിൽ നമ്മൾ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നേരത്തെ ഫിഗർ നോക്കിയാൽ പറയാം, ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. ഈ W കാരണം ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റും ഇത് കാരണം ഒരു ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടാവും. അപ്പോൾ W ഇൻറ്റു B/3 മൈനസ് W ഇൻറ്റു ഇത് ക്യാപിറ്റൽ W വെയിറ്റ്, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ H ഇൻറ്റു B/2 എന്ന് പറഞ്ഞ സാധനം.
then this pressure is gamma w h square by 2, ഈ ഹൈറ്റ് h by 3. അതാണ് ഇവിടെ എഴുതിയ മൊമെന്റ് m ഈക്വൽ ടു h ഇൻറ്റു ബി ബൈ 2 then w ഇൻറ്റു റോ ഇൻറ്റു 2b by 3. 2b by 3 എന്ന് പറയുമ്പോൾ ടോയിൽ നിന്ന് വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 2b by 3. മറ്റേ വാട്ടർ പ്രഷർ കാരണമുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ w h square by 2 ഇൻറ്റു h by 3. ഇതാണ് നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെയും മറ്റേ വെയിറ്റിൻ്റെയും ഒക്കെ റിസൾട്ടൻ്റ് ആയിട്ട് ഒരു ലോഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടാവും 6. ആ റിസൾട്ടൻ്റ് ലോഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അതാണ് ഇവിടെ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് എഴുതിയത്. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം ഹൊറിസോണ്ടലും ഒരെണ്ണം വെർട്ടിക്കലാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എച്ച് ബി ബൈ 2 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു റോ. ഇഫ് ദ റിസൾട്ടൻറ്റ് കട്ട് ദ ബേസ് അറ്റ് ദ ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ്. ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഇത് ഇന്നർ മിഡിൽ തേർഡ് പോയിന്റും ഇത് ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റും. ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഹീലിൻ്റെ അടുത്തുള്ളതും ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ് ടോയിൻ്റെ അടുത്തുള്ളതും. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഇന്നർ മിഡിലോ ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റോ വരെ ആവണം, അതിൻ്റെ ഉള്ളിലാവണം. അപ്പോൾ ഈ ഔട്ടർ പോയിന്റിലാണെന്ന് വിചാരിക്കുക. അതാണ് എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ബൈ 3. അപ്പോൾ ആ മൊമെന്റ് എന്ന് പറയുമ്പോൾ എച്ച് ഇൻറ്റു ബി ബൈ 2 ഡബ്ല്യു ഇൻറ്റു റോ ഇൻറ്റു ബി ബൈ 3. ഇതാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് കാരണമുള്ള മൊമെന്റ്. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഇതും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എച്ചും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഈ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്ന കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ അത് എഴുതിയിട്ടുണ്ട് എച്ച് ഇൻറ്റു ബി ബൈ 2 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു റോ ഇൻറ്റു 2b by 3, അത് കൗണ്ടർ ക്ലോക്ക് വൈസ്, മൈനസ് ഡബ്ല്യു എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു എച്ച് ബൈ 3, ഇതാണ് ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ഡ്യൂ ടു ദ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഇതിൽ ഇവിടെ എന്തൊക്കെയാണ് വരിക? ഈ 2ഉം 2ഉം കട്ടായി പോയി. അപ്പോൾ എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ ഡിവൈഡഡ് ബൈ 3. ഇവിടെ ഡബ്ല്യു എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡബ്ല്യു റോ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6. ഇപ്പോൾ രണ്ട് ദിക്കിൽ 6ഉം ഒരു ദിക്കിൽ 3ഉം. അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ 2 ഇൻറ്റു എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ എന്നുള്ള പോലെ വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ മൈനസ് ഡബ്ല്യു എച്ച് ക്യൂബ് ഈക്വൽ ടു എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ 2 എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ മൈനസ് ഡബ്ല്യു എച്ച് ക്യൂബ് മൈനസ് എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ ഈക്വൽ ടു 0. അതായത് ഡബ്ല്യു എച്ച് ബി സ്ക്വയർ ഡബ്ല്യു റോ ഈക്വൽ ടു ഡബ്ല്യു എച്ച് ക്യൂബ്. ഡബ്ല്യുവും ഡബ്ല്യുവും കട്ടായി പോയി. അപ്പോൾ എച്ചും ഇവിടുത്തെ ഒരു എച്ചും കട്ടായി പോയി. അപ്പോൾ ബാക്കിയുള്ളത് പുറത്തൊരു എച്ച് സ്ക്വയർ കൊടുക്കും. അപ്പോൾ എച്ച് ബി സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ റോ ഈക്വൽ ടു എച്ച് സ്ക്വയർ or b equal to base width b equal to h divided by root of rho. അപ്പോൾ ഒരു ഡാമിൻ്റെ ഹൈറ്റ് എച്ചും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റോയും ആണെങ്കിൽ എക്കോണമിക്കലായിട്ടുള്ള ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ റോ ആണ്. ഇതിനെയാണ് നമ്മൾ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഈ ഡെറിവേഷനൊക്കെ പറഞ്ഞപ്പോൾ അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അപ്ലിഫ്റ്റ് ഫോഴ്സിന്റെ കൺസിഡറേഷൻ കൂടി എടുക്കുകയാണെങ്കിൽ ഇഫ് അപ്ലിഫ്റ്റ് ഫോഴ്സ് ഈസ് ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്, അങ്ങനെയാണെങ്കിൽ ദിസ് റോ ഹാസ് ടു ബി റീപ്ലേസ്ഡ് ബൈ റോ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റോ മൈനസ് 1. ഇത്രയാണ് ഈ എലമെന്ററി പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നതിൽ ഉള്ളത്. വളരെ ബ്രീഫായിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. നമുക്കൊരു എക്കോണമിക്കലായിട്ടുള്ള ഡിസൈൻ തരുന്നു.
നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്സ്ട്രീം ഫേസ് വെർട്ടിക്കലാന്ന് വിചാരിക്കുക. ടെൻഷൻ ഡെവലപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ഡിസൈൻ ഐഡിയ. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഫിഗർ പറഞ്ഞു, B/3, B/3, W, B/2, B/3. പിന്നെ ഡാമിൻ്റെ ഷേപ്പൊക്കെ വരച്ചു. ഡാം എംറ്റി എന്നുള്ള കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു, അതിൽ നിന്നുള്ള സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഡാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്താന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഡെറിവേഷൻ ചെയ്തു. ഇത്രയാണ് നമ്മുടെ ഈ